നമസ്കാരം. ലോകം വീണ്ടും ഒരു സാമ്പത്തിക യുദ്ധത്തിന്റെ മുനമ്പിലാണ്. ആഗോള രാഷ്ട്രീയത്തിന്റെ ചാണക്യ സൂത്രങ്ങൾ എപ്പോഴും കറങ്ങുന്നത് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന എണ്ണയ്ക്ക് ചുറ്റുമാണ്. എന്നാൽ ഇത്തവണ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന തീയിലേക്ക് എണ്ണയൊഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനിലെ എണ്ണ കൈക്കലാക്കുക എന്നത് തന്റെ പ്രിയപ്പെട്ട കാര്യമാണ് എന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് ലോകഭൂപടത്തിലെ തന്ത്രപ്രധാനമായ ഒരു ദ്വീപിനെ ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ നീക്കമാണ്. ഗാർഗ് ദ്വീപ് ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഹൃദയമിടിപ്പാണ്. പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയൊരു ദ്വീപ് എന്തുകൊണ്ടാണ് അമേരിക്ക ഇതിനെ തങ്ങളുടെ വിഷ് ലിസ്റ്റിൽ ഒന്നാമതായി പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നറിയാമോ? ഉത്തരം ലളിതവും എന്നാൽ ഭീകരവുമാണ്. ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ 90 മുതൽ 94% വരെ നടക്കുന്നത് ഈ കൊച്ചു ദ്വീപ് വഴിയാണ്. പ്രതിദിനം 1.3 മുതൽ 1.6 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഗാർഗ് വഴി ആഗോള വിപണിയിലേക്ക് ഒഴുകുന്നത്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കണമെങ്കിൽ ഗാർഗ് ദ്വീപിന് ശ്വാസം മുട്ടിച്ചാൽ മതിയെന്ന് പെന്റഗണ് നന്നായി അറിയാം. വെനസ്വേലയിലും ക്യൂബയിലും പയറ്റി തെളിഞ്ഞ അമേരിക്കൻ തന്ത്രങ്ങൾ ഇപ്പോൾ ഗാർഗ് ദ്വീപിന് നേരെ തിരിയുമ്പോൾ ഇറാൻ വലിയൊരു പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ഇറാൻ വെറുമൊരു രാജ്യമല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ കാർബൺ ശേഖരമുള്ള ഒരു നിധിപേടകമാണ്. ഏകദേശം 208.6 ബില്യൺ ബാരൽ എണ്ണയുടെ കരുതൽ ശേഖരം ഇറാനിലുണ്ട്. ഇത് ലോകത്തിലെ ആകെ എണ്ണ ശേഖരത്തിന്റെ 12% വരും. ഈ കണക്കുകൾ വെച്ച് നോക്കിയാൽ ലോകത്തിലെ മറ്റൊരു രാജ്യത്തേക്കും കയറ്റുമതി ചെയ്തില്ലെങ്കിൽ പോലും അടുത്ത 290 വർഷത്തേക്ക് ഇറാന്റെ ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള എണ്ണ അവിടെ തന്നെ സുരക്ഷിതമാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ വരിഞ്ഞു മുറുക്കുമ്പോഴും നിഴൽയുദ്ധങ്ങളിലൂടെ രഹസ്യപാതകളിലൂടെയും പ്രതിദിനം 1.5 ബില്യൺ ബാരലധികം എണ്ണ ഇറാൻ വിദേശ വിപണിയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതിൽ സിംഹഭാഗവും വാങ്ങുന്നത് അമേരിക്കയുടെ പ്രധാന എതിരാളിയായ ചൈനയാണെന്നതാണ് രാഷ്ട്രീയ പോരാട്ടത്തിന് കൂടുതൽ മൂർച്ച കൂട്ടുന്നത്. ഗാർഗ് ദ്വീപിനെ തൊടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഭാഗികമായി ഇറാന്റെ കൈവശമാണ്. യുദ്ധം മുറുകിയാൽ ഇറാൻ ഈ പാത അടയ്ക്കുമെന്ന ഭീതി ആഗോളതലത്തിൽ ഇന്ധനക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമായിരിക്കും. ഹോർമൂസ് അടയ്ക്കപ്പെട്ടാൽ അതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരിക്കും. നമ്മുടെ ഊർജ്ജ സുരക്ഷയുടെ വലിയൊരു ഭാഗവും ഈ പാതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വെനസ്വേലയിലെ എണ്ണ ശേഖരത്തിൽ നിന്മേൽ അമേരിക്ക നടത്തിയ അവകാശവാദങ്ങൾക്ക് സമാനമാണ് ഇപ്പോഴത്തെ ഇറാന്റെ നീക്കങ്ങളും. ഗാർഗ് ദ്വീപിന്റെ നിയന്ത്രണമോ അല്ലെങ്കിൽ അവിടെയുള്ള കയറ്റുമതിയോ തടസ്സപ്പെടുത്തിയാൽ ഇറാൻ പൂർണ്ണമായും മുട്ടുകുത്തിക്കാമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നുണ്ട്. ഇതിനായി പെന്റഗൺ പ്രത്യേക സൈനിക പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ വിപണിയിലെ സമ്മർദ്ദം കുറയ്ക്കുവാൻ 140 ബില്യൺ ബാരൽ ഇറാനിയൻ എണ്ണ വിൽക്കുവാൻ അമേരിക്ക താൽക്കാലിക അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഇത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണ്. ഇറാന്റെ എണ്ണ കേവലം ഒരു പ്രകൃതി വിഭവമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ആയുധമാണ്. ഗാർഗ് ദ്വീപിന്മേൽ ആര് അധികാരം സ്ഥാപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും കാലത്തിലെ ആഗോള ഇന്ധന വിലയും പശ്ചിമേഷ്യയിലെ സമാധാനവും. ട്രംപിന്റെ ഈ എണ്ണതന്ത്രം അമേരിക്കയെ ലോകത്തിലെ ഒന്നാമതാക്കുമോ അതോ ലോകത്തിലെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. കറുത്ത സ്വർണത്തിനായി നടത്തുന്ന ഈ ചതുരംഗ കളി അടുത്ത നീക്കം ആരുടേതാകും? ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.